എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ S1 ഫിസിക്സ് പരീക്ഷ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അറിയിപ്പുകൾക്കും അപ്ഡേറ്റുകൾക്കും യഥാസമയം നിങ്ങളുടെ ഫോണുകളിലേക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ KTU S1 മാത്തമാറ്റിക്സ് പരീക്ഷ നിരവധി കുട്ടികളെ അല്പം ബുദ്ധിമുട്ടിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അധ്യാപകരോട് തന്നെ ചോദിച്ചപ്പോൾ പരീക്ഷയെക്കുറിച്ച് അറിയാൻ സാധിച്ച വിവരങ്ങൾ അനുസരിച്ച് ഈ പരീക്ഷയിൽ കുട്ടികൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാത്തത് കൊണ്ടാണ് ബുദ്ധിമുട്ട് ഉണ്ടായതെന്നാണ് അധ്യാപകർ പറഞ്ഞത്. ചില ചോദ്യങ്ങളും കടുപ്പമായിരുന്നു എന്ന് അവർ സൂചിപ്പിച്ചു. എന്നിരുന്നാലും മാത്തമാറ്റിക്സ് പരീക്ഷ കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത പരീക്ഷയായ ഫിസിക്സ് പരീക്ഷയാണ്. ഫിസിക്സിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് S1 കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായ, അതായത് ഇനി വരുന്ന ഫിസിക്സ് പരീക്ഷയുടെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടാതെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, പ്രധാനപ്പെട്ട ഡെറിവേഷൻ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം കൃത്യമായി തന്നെ ലഭിക്കുവാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒരു വാട്സപ്പ് ബോട്ടിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. എല്ലാവരും പരമാവധി പരിശോധിക്കുവാൻ ശ്രമിക്കുക. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള നല്ല നോട്ടുകളും ലഭിക്കുന്നതായിരിക്കും. ഫിസിക്സ് വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഡെറിവേഷൻ, പ്രോബ്ലംസ്, തിയറി ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. ഡെറിവേഷൻസ് എല്ലാം പരമാവധി എല്ലാ കുട്ടികളും ഒരു പ്രാവശ്യമെങ്കിലും പരീക്ഷയ്ക്ക് മുൻപായി എഴുതി നോക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് അത് എഴുതുവാൻ സാധിക്കുകയുള്ളൂ. ഓരോ ചോദ്യങ്ങൾക്ക് അതിൻ്റെ മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമുള്ളത് മാത്രം എഴുതി പരമാവധി ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുവാൻ ശ്രമിക്കുക. ഫിസിക്സ് പരീക്ഷ സംബന്ധിച്ച് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ചോദിക്കുക. നന്ദി.